ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി ഒരു ലാംബ് റോസ്റ്റിന്റെ മാരിനേഷനും അതിന്റെ കുക്കിങ്ങും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണണ്ടേ? വായോ. ഇപ്പം നമ്മൾ ഇതൊന്ന് മാരിനേഷന് വേണ്ടി ഇത് ഈസി മാരിനേഷനാണ് കൊടുക്കുന്നത്. ഇത് 2.25 കിലോയുണ്ട്. ഈ ആടിന്റെ കാല് ലാമ്പിലേക്കാണ്. ഇത് നല്ലവണ്ണം കഴുകി എടുത്തിട്ട് അതിൻ്റെ വാട്ടർ എല്ലാം നമ്മൾ ഒരു ടിഷ്യൂ വെച്ച് അബ്സോർവ് ചെയ്ത് അതെല്ലാം ഒന്ന് പൈപ്പ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് വരഞ്ഞു കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്യുന്ന മസാലയൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയേ. അപ്പം മാരിനേഷന് വേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ലെമൺ ജ്യൂസിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് എടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂണ് പെപ്പർ പൗഡറും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ആ പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക്ക് മാത്രം നിങ്ങൾ ക്രഷ് ചെയ്ത് ഇട്ടേച്ചാൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് ഒലിവ് ഓയിലും വേണം. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഗാർലിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ റോസ്മേരി. അപ്പം പിന്നെ ലെമൺ ജ്യൂസ്, നമ്മൾ കുറച്ചുകൂടെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കും തോറും അത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ഇതിലൊക്കെ ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ. അപ്പം നമുക്ക് വേഗം അതൊന്ന് നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനാണിപ്പം വീഡിയോ പിടിക്കുന്നത്. മോനെയും കൊണ്ടാണ് ഇന്നത് മാരിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ്. ഇന്ന് 2ാമത്തെ മോനാണ് ഇന്ന് കൂടെ ഉള്ളത്. എല്ലാവരും ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പം ഹോളിഡേ ആണല്ലോ. അവരെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് തിരിച്ചു പോകും. അതിനു മുമ്പ് ഒരു ലാംബ് റോസ്റ്റ് കഴിക്കാൻ തോന്നി, അപ്പം ചെയ്യുവാണേ. അപ്പം 2 സൈഡിലും നല്ലവണ്ണം ആ മസാലയെല്ലാം ഒന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒലിവ് ഓയിലാണ്, കുറച്ച് ഒലിവ് ഓയിലൂടെ അതിലേക്ക് തൂവി കൊടുക്കുമേ. അതും 2 സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കും. ആ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല എല്ലാം നല്ലവണ്ണം പിടിപ്പിച്ചിട്ട് പിന്നെ ആ ഓരോ അതിൻ്റെ ഇടയ്ക്കേക്ക് ഇങ്ങനെ ഗാർലിക്ക് നമ്മൾ അതെടുത്ത് വെക്കും. അതുപോലെ തന്നെ ലെമണിൻ്റെ പീസുകളും വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് റോസ്മേരി അതിൻ്റെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് സ്ലോ കുക്ക് ചെയ്യുവാണ്. ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കത്തുള്ളൂ. ആദ്യം ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കാണ് 180 ഡിഗ്രിയിൽ. ഞാനിപ്പം 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവന് അതിൻ്റെ ടെമ്പറേച്ചർ ഞാനിപ്പം കുറച്ചു. ഇപ്പം സ്ലോ കുക്ക് ചെയ്യുമല്ലേ, അപ്പോൾ ആ 180 ഞാനിപ്പോൾ 160 കുറച്ചിട്ടുണ്ട്. ഇപ്പം ലെമൺ ജ്യൂസ് കുറേ കൂടെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തോട് കളയണ്ട, അതും ഇതിനകത്ത് തന്നെ ഇടുവേ. അപ്പോൾ ആ ഫ്ലേവർ ഇറങ്ങിക്കോളും. എന്നിട്ട് ഇത് ഫോയിൽ കൊണ്ട് നല്ലവണ്ണം ടൈറ്റായിട്ട് കവർ ചെയ്യും. നല്ല ടൈറ്റായിട്ട് ഒട്ടും എയർ കയറാത്ത പോലെ നല്ലവണ്ണം ഈ ട്രേ ഒന്ന് കവർ ചെയ്യണേ. നമ്മൾ 160-ൽ 45 മിനിറ്റാണ് ആദ്യം വെച്ചത്. ഇനിയും ട്രേ വെളിയിലേക്ക് എടുത്തിട്ട് അടുത്ത സൈഡ് ടേൺ ചെയ്ത് കൊടുക്കാം. ഇനിയും 45 മിനിറ്റ് കൂടെ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്തുവാകുമെന്ന്. നമ്മൾ ഇനി അടുത്ത സൈഡ് ഇത് ടേൺ ചെയ്യാമേ. ഇപ്പം മൊത്തം 2.25 മണിക്കൂറായേ. ഇനിയും ഒരു അരമണിക്കൂറൂടെ നമുക്ക് വെക്കാം. ഇതിലുള്ള ജ്യൂസൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങിയത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമേ. അതെല്ലാം ഇനി കുറച്ചുകൂടെ ഒന്ന് നല്ല മീറ്റ് നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ. അപ്പം നമുക്ക് ഇനിയും ഒന്നുകൂടെ കവർ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ലാംബ് റോസ്റ്റിന്റെ ഫൈനൽ സ്റ്റേജ്. ഈസി മാരിനേഷനും സ്ലോ കുക്ക് ചെയ്തെടുത്ത് ഒരു 3 മണിക്കൂറും ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നേ. അല്ല അതിനകത്തെ ആ ജ്യൂസ് എല്ലാം അപ്പോഴാണ് അബ്സോർവായി. അത് ഞാൻ ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരുന്നു. മീറ്റിന് ആ ഫ്ലേവർ എല്ലാം ഫുള്ള് കിട്ടാൻ വേണ്ടിയേ. ഞാനൊരു കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ഫ്ലേവറാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്ക് സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ.
ആ റോസ്റ്റ് ചെയ്ത ലാമ്പ് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് അപ്പോഴേ നമുക്ക് ഇപ്പം കഴിക്കാൻ നേരത്തെ റോസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവി ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇത് കുറച്ച് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതുകൊണ്ട് ഞാനൊരു നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. 3.25 മണിക്കൂർ വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുത്ത, സ്ലോ കുക്ക് ചെയ്തെടുത്ത് ഇതിനകത്തേക്ക് ആ മീറ്റ് വരഞ്ഞു കൊടുത്തിട്ട് എത്രയും ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നോ അതുപോലെ തന്നെ ഗാർലിക്കും ഇഞ്ചിയുടെ ആവശ്യമില്ല. ഏറ്റവും ആ മീറ്റിന് ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ലെമൺ ജ്യൂസും അതുപോലെ തന്നെ പെപ്പറും ഗാർലിക്ക് നല്ലതായിട്ട് വെറുതെ ഒന്ന് ചതച്ചിട്ട് മുഴുവനോടെ എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.